ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, ഈ സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങളായാലും വി സി ആയാലും അധികാരങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. വി സി നേരത്തെ പറയുന്നു, വി സി ആ യോഗം പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നെ നിയമപരമായ നിലനിൽപ്പില്ല. അത് ആ യോഗം പിരിച്ചു വിട്ട് കഴിഞ്ഞു. പിന്നെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ല എന്നുള്ള കാര്യമാണ് വി സി ചൂണ്ടിക്കാട്ടുന്നത്. സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ല എന്നുള്ള കാര്യം വി സി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. സിൻഡിക്കേറ്റ് ആണെങ്കിൽ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണ് വി സി എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ വലിയ തർക്കങ്ങളിലേക്ക്, പുതിയ പോരിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നുണ്ട്. ഇനി കോടതിയിൽ നിന്നാണ് ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. എത്രത്തോളം പ്രധാനമാണ് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റും വി സിയും ഉയർത്തുന്ന വാദങ്ങൾ? ഇനി കോടതിയിലേക്ക് ഇതെത്താൻ പോകുന്ന സാഹചര്യം. ദിലീപ് കുമാർ. ശ്രീജിത്ത്, അസാധാരണ സാഹചര്യത്തിലൂടെയാണ് കേരള സർവകലാശാല കടന്നു പോകുന്നത്. വി സിയും സിൻഡിക്കേറ്റും രണ്ടു തട്ടിലായിരിക്കുന്നു. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കം ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് നിലനിൽക്കുന്നുണ്ട്. അതിനിടെ ഇക്കാര്യം സർവകലാശാല സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യുന്നതിന് ആ യോഗത്തിൽ ഇടതംഗങ്ങൾ ഈ വിഷയം ഉന്നയിച്ചു. പക്ഷേ വി സി ഡോക്ടർ സിസ തോമസ് ഇക്കാര്യം അനുവദിച്ചില്ല. സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം തുടരുകയാണ്. ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം തുടരുകയാണ്. അതിനിടെ ഈ വിഷയം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ അത് ചർച്ച ചെയ്യാനാവില്ല എന്ന നിലപാടാണ് വി സി സ്വീകരിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന കാര്യങ്ങൾ ഇവയാണ്. അതായത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയോടെയാണ് ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് എന്നറിയിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. അങ്ങനെ സ്വീകരിക്കുന്ന നിലപാട്, സർവകലാശാല ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് വി സിയുടേതാണോ അതോ സിൻഡിക്കേറ്റിൻ്റെ നിലപാടാണോ സ്വീകരിക്കാൻ പോവുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ, അത് സർവകലാശാലയുടെ അഭിഭാഷകനാണ് ഹാജരായി സത്യവാങ്മൂലം നൽകേണ്ടത്. അങ്ങനെയെങ്കിൽ അത് വി സിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കുമോ ഈ അഭിഭാഷകൻ സത്യവാങ്മൂലം നൽകുക, അതോ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരമായിരിക്കുമോ ഈ അഭിഭാഷകൻ സത്യവാങ്മൂലം നൽകുക, അതോ സ്വന്തം ചെലവിൽ വി സി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമോ എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് ഈ വിഷയം ഇപ്പോൾ കടന്നുപോകുന്നത്. സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർക്കെതിരെ വരെ മാത്രമേ നടപടിയെടുക്കുന്നതിന് വി സിക്ക് അധികാരമുള്ളൂ എന്നാണ് ഇടതംഗങ്ങൾ വാദിക്കുന്നത്. ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ തുടങ്ങി അതിന് മുകളിലോട്ടുള്ളവരുടെ കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് സിൻഡിക്കേറ്റിലാണ്. അവർക്കാണ് അതിനുള്ള അധികാരം എന്നും സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിലുണ്ട് എന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ ഇടതംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ദൈനംദിന കാര്യവുമായി ബന്ധപ്പെട്ട് വി സിക്ക് ആവശ്യമെങ്കിൽ പെട്ടെന്നൊരു നടപടിയെടുക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ സർവകലാശാല സിൻഡിക്കേറ്റാണ് അനുമതി നൽകേണ്ടത്. അതുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനമാണ് നിലനിൽക്കുന്നതെന്നാണ് ഇടതംഗങ്ങൾ പറയുന്നത്. നേരത്തെ ഇക്കാര്യത്തിൽ സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എടുത്ത നിലപാട്, വി സിയെ സസ്പെൻഡ് ചെയ്തത്, അതിന് പിന്നാലെ താൽക്കാലിക ചുമതലയാണ് ഇപ്പോൾ ഡോക്ടർ സിസ തോമസിന് നൽകിയിട്ടുള്ളത്. ഡോക്ടർ സിസ തോമസും നേരത്തെ തന്നെ വി സി സ്വീകരിച്ചിട്ടുള്ള നിലപാടിന്, മോഹൻ കുന്നുമ്മലിൻ്റെ നിലപാടിന് അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ സിസ തോമസും ആ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി കോടതിയിലേക്ക് ഇനി ഏത് സത്യവാങ്മൂലം, ആരുടെ സത്യവാങ്മൂലം എത്തും? രണ്ടുപേരും, വി സിയും സിൻഡിക്കേറ്റും കോടതിയിൽ സത്യവാങ്മൂലം നൽകും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെ സത്യവാങ്മൂലമായിരിക്കും കോടതി ഇനി പരിഗണിക്കാൻ പോവുക? വി സിയുടെ സത്യവാങ്മൂലമാണോ അതോ സിൻഡിക്കേറ്റിൻ്റെതാണോ, അതോ രണ്ടും പരിഗണിച്ചതിന് ശേഷം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുമോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും നാടകീയമായ സംഭവങ്ങൾ, അസാധാരണമായ സാഹചര്യങ്ങൾ ഇതാണിപ്പോൾ കേരള സർവകലാശാലയിൽ ഉണ്ടാകുന്നത്. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അസാധാരണമായ ഒരു തർക്കമാണ് സിൻഡിക്കേറ്റും വി സിയും തമ്മിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കോടതിയിൽ സിൻഡിക്കേറ്റും വി സിയും വെവ്വേറെ സത്യവാങ്മൂലം നൽകാൻ പോകുന്നു. കോടതി എന്ത് നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് എന്നുള്ളത് വലിയ ആകാംക്ഷയാണ്.